പക്ഷേ UDF സർക്കാർ മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ കാര്യമായിരുന്നു നിലവിലുള്ള 10 വർഷത്തെ സർക്കാരിന്റെ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു ധവളപത്രം ഇറക്കുന്നുള്ളത്. കാരണം നമുക്കറിയാം എല്ലാ പ്രാവശ്യവും സർക്കാർ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയായിരുന്നു. കേന്ദ്രം ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല, അതുകൊണ്ടാണ് കേരളം ഇത്രത്തോളം പ്രതിസന്ധിയിലൂടെ പോകുന്നത്. ഒരു പരിധിവരെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അത് മുമ്പോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് CPM ആണ്. മാത്രമല്ല അവിടെ ഡൽഹിയിൽ പോയിട്ട് സമരത്തിന് വരെ അവർ ഇരുന്നതായിരുന്നു. ഇത്തരത്തിൽ എല്ലാ പ്രാവശ്യവും കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലേറെ ഫണ്ട് അവർ പൊട്ടിക്കുന്നുണ്ട്. PR വർക്കിന് വേണ്ടിയിട്ടും റിയാസിന്റെ എന്താ പറയുക ഫ്ലൈറ്റ് കോഴിക്കോട് ബീച്ചിലൂടെ പറക്കുന്നതിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ടും അതിന്റെ റീൽസിന് വേണ്ടിയിട്ടും റീൽസ് ചിത്രീകരണത്തിനും വീഡിയോ എഡിറ്റിങ്ങിനും പല കാര്യങ്ങൾക്കും ഒരുപാട് പൈസ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയമെല്ലാം ബന്ധപ്പെട്ട് സതീശൻ തുടക്കത്തിലെ പറഞ്ഞ കാര്യം ധവളപത്രം പുറത്തിറക്കുന്നുള്ളത് CPM-ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പരിധി വരെ അത് വേട്ടയാടാൻ പോകുന്നതും ഇതേ സംഭവമായിരിക്കും. അപ്പോൾ ഇത് ഇന്നലെ സഭയിലും വലിയ പ്രശ്നമായിരുന്നു. അപ്പം സഭയിൽ ഇന്നലെ പിണറായി വിജയൻ ആ വിഷയം ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട, ഇതൊന്നും കണ്ട് ഞങ്ങൾ ഭയക്കുന്നില്ല എന്നുള്ള തരത്തിൽ വലിയ ഡയലോഗൊക്കെ അദ്ദേഹം അടിച്ചായിരുന്നു. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? പിണറായി വിജയൻ പറഞ്ഞതുപോലെ ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട, ഈ വിഷയം ധവളപത്രവും കൊണ്ടുവന്നിട്ട് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാർ നോക്കുന്നതെന്ന്. പക്ഷെ ഇത് ജനകീയ പ്രശ്നം അല്ലാണ്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് ഉമ്മാക്കിയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ഇത്രയും വലിയ പേടി കാണിക്കേണ്ട കാര്യം എന്താണ്? പേടിപ്പിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇതിന്റെ പേരിലാണ് ഇന്നലെ വാക്കൗട്ട് നടത്തിയത്. വാക്കൗട്ട് നടത്തി പോവുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ഇത് ഉമ്മാക്കിയാണ്. പേടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ EDയും പേടിയില്ലെന്നാ പറഞ്ഞത്, മടിയിൽ കനവില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ED വന്നു കഴിഞ്ഞപ്പോൾ പുറത്ത് തല്ലിപ്പൊളിയായിരുന്നു. അപ്പൊ പേടിയില്ല എന്ന് പറയുന്നതിനെയൊക്കെ പേടിയുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ ഒരു പോക്ക്. എന്നാലും ധവളപത്രം പുറത്തിറക്കുക എന്ന് പറയുന്നത് ജനകീയ വിഷയം തന്നെയാണ് ശരിക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഫവാസ് പറഞ്ഞതുപോലെ കിട്ടിയ ഫണ്ട് എവിടെ, എത്ര ചെലവാക്കി, എന്തിനൊക്കെ ചെലവാക്കി, ജനങ്ങൾക്ക് കിട്ടേണ്ട എത്ര കോടി മറിച്ച് പുട്ടടിച്ചു എന്നുള്ളത് അറിയാനുള്ളൊരു വഴി കൂടിയാണ് ധവളപത്രം. അതുകൂടി കൃത്യമായിട്ട് പുറത്ത് വന്ന് ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഭരണം കൊണ്ടുപോയാലും UDF സർക്കാരിന് ഏറ്റവും വലിയ നേട്ടമായിരിക്കും അത്. അപ്പോൾ ധവളപത്രം ഇറക്കുക എന്ന് പറയുന്നത് ജനകീയ കാര്യം തന്നെയാണ്. അവർ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയണ പോലെ ഉമ്മാക്കിയാണെങ്കിലും പിണറായി ഉൾപ്പെടെ പലരും തൂങ്ങേണ്ടി വരുമായിരിക്കാം. ആ പേടി കൊണ്ടായിരിക്കാം വാക്കൗട്ട് നടത്തിയതും. പക്ഷെ ഇത് മാത്രമല്ല, ഇപ്പൊ ഇതിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം ശരിക്കും ഓർമ്മ ഉണ്ടാവും. 2018 ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പം കേന്ദ്ര സർക്കാരിന്റെ വക ഒരുപാട് ഫണ്ട് വന്നായിരുന്നു. അത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കിടക്കുകയാണ്. ഇതേപോലെ 6-7 മാസമായിട്ട് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 900ഓളം കോടി കേന്ദ്രം തിരിച്ചെടുക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ വരുമ്പം ഇതൊക്കെ അന്നത്തെ സർക്കാരിന് വലിയ തരത്തിൽ തിരിച്ചടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം ഫണ്ട് തന്നിട്ടും അത് ഉപയോഗിച്ചില്ല. തന്ന ഫണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലോട് വരുന്ന ഫണ്ട് മറ്റേതിലേക്ക് വകമാറ്റി ഉപയോഗിച്ചു എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ ശരിക്കും അത് ഗവൺമെന്റിനെ പിടിച്ചു കുലുക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കും. ഉറപ്പായിട്ടും ഇത് ഫ്ലഡിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ സമയത്തുമാണെങ്കിലും വന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിയിലൊക്കെ വന്നിരിക്കുന്നത് കോടികളാണ്. 748 മറ്റു കോടി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വീടുകളിലാണ് ഇവർ പണിത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാലും ഹ്യൂജ് എമൗണ്ട് പിന്നെയും ബാലൻസ് കിടക്കുകയാണ്. ഒരു വീടിന് ഇത്ര ലക്ഷം വെച്ച് പോയാൽ പോലും ഒരുപാട് കോടികൾ ഇനിയും കിടക്കുന്നുണ്ട്. ഇത്രയും കോടി ചെലവാകില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പൊ ഇവർ പണിത് കൊടുത്തിരിക്കുന്ന വീടിന് ഇവർ കാണിച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ തുക പ്രകാരമുള്ള അത്രയും ചെലവാകില്ല. ആ വീട് 2 മുറികളുള്ള സാധാരണ ഒരു വീടാണ്. ആ വീടിന് വേണ്ടിയിട്ട് ഇത്രയും ക്യാഷ് ആകില്ല എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ അങ്ങനെ അത്രയും അവർ ഇറക്കി അത്രയും ക്യാഷ് ആയി എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ഉണ്ട് 178 കോടിയിലും മേലില് കൂടുതൽ വന്നിട്ടുണ്ട് ഇപ്പുറത്ത്. ആ ക്യാഷ് എന്ത് ചെയ്തു എന്നുള്ളത് ആർക്കും അറിയില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ പുനർജനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സതീശൻ പിരിച്ച കാശ് എന്ത് ചെയ്തു, അവിടെ നിന്ന് വന്ന കാശ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് വന്നതിൽ ഈ വീട് പണിത് കൊടുത്തു എന്നവർ പറയുന്ന ക്യാഷ് അത് നമുക്ക് വകയിരുത്തി കൊടുക്കാം, കുഴപ്പമില്ല, അത്രയായി എന്നവർ പറയുന്നു. എന്നാലും ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, 410 കുടുംബങ്ങൾക്ക് മറ്റേ വീടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാലും ബാക്കിയുള്ള എമൗണ്ട് ഉണ്ട്, ഒരു വലിയ എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് അറിയില്ല. ഇതുപോലെ തന്നെ ഫ്ലഡിന്റെ സമയത്തുണ്ടായിരുന്ന എമൗണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് അറിയില്ല. ഈ സമയത്തൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വരെ പിടിച്ചു പറിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൃത്യമായിട്ട് നല്ലൊരു വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരുടെ എസ്റ്റിമേറ്റ് തന്നെ പുറത്തു വന്നത് വയനാട് ദുരന്തത്തിന്റെ സമയത്ത് എസ്റ്റിമേറ്റ് ഫവാസ് ഓർക്കുന്നുണ്ടാവും. ഒരു ബോഡി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപയാണ് കണക്കിൽ അവർ വകയിരുത്തിയിരുന്നത്. വയനാട്ടിൽ നിന്ന് കിട്ടിയ ബോഡിയുടെ ഒക്കെ അവസ്ഥ ഫവാസ് കണ്ടിട്ടില്ലേ? വെച്ചാൽ ഒരു കൈ കാല് ഒക്കെ മാത്രമാണ്, ചിലപ്പോൾ വയറിന്റെ ഭാഗം, ഒരു കാല് മാത്രമായിട്ട് വലിച്ചെടുക്കേണ്ട അവസ്ഥ, അത്രയൊക്കെ ഉള്ളൂ. ചെളിയിൽ പൊതഞ്ഞു പോയ ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ഒരു ബോഡി എന്ന് പോലും പറയാൻ ഇല്ലാത്ത തരത്തില്.
പക്ഷെ അതിൻ്റെ ഒക്കെ 2-3 ഭാഗങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ഒരു ശരീരത്തിന്റെ ഭാഗം കിട്ടിയാൽ മാത്രം അതൊരു ബോഡി ആയിട്ട് കണക്കാക്കുന്ന രീതിയിലേക്ക് വരെ കണക്കെടുക്കേണ്ടി വന്നു അവിടെ. അതായത് ശരീരം മൊത്തമായിട്ട് കിട്ടിയ കേസുകൾ കുറവാണ് അവിടെ. കൈ പോയതോ കാല് പോയതോ അല്ലെങ്കിൽ കാല് മാത്രമായിട്ട് കിട്ടുന്നതോ ഒക്കെ ചേർത്ത് വെച്ചാണ് ഒരു ബോഡിയുടെ കണക്ക് എഴുതേണ്ടി വന്ന. അത്രയും സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ആ സമയത്ത് കണ്ടത്. പക്ഷെ ആ ഒരു ബോഡിക്ക് എന്ന നിലയിൽ അത് ദഹിപ്പിക്കാൻ ഫ്യൂണറൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1.5 ലക്ഷം രൂപ. ചന്ദനമുട്ടി വെച്ചാണ് ഇവരിത് ദഹിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദനമുട്ടിയിൽ വെച്ച് ദഹിപ്പിച്ചാൽ പോലും അവിടെ എങ്ങനെയാണത് മറവ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇത്രയും ചെറിയ ശരീരഭാഗങ്ങൾ വെച്ചിട്ടെല്ലാം കൂടി ഒരുമിച്ച് അതൊന്നും നമുക്ക് പറയാൻ പോലും സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരാൾക്ക് 1.5 ലക്ഷം രൂപ, 75,000 അവരുടെ എസ്റ്റിമേറ്റിൽ ആദ്യം പുറത്തു വന്ന തുക. പക്ഷെ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ, കണക്കുകൾ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഒരു എണ്ണത്തിന് വന്നിട്ടുണ്ട്. പക്ഷെ അത്തരം കള്ളക്കണക്കെഴുതി പിന്നെ ഭക്ഷണം അല്ലെങ്കിൽ ഇതുപോലെ വസ്ത്രം കൊടുത്തതിന്റെ പേരിൽ കോടികൾ എഴുതിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് വസ്ത്രമൊക്കെ പുറത്തുനിന്ന് ആളുകൾ കൊടുക്കുന്നുണ്ട് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് കിട്ടിയതിലും കൂടുതലാണ് ഇനി ആരും കൊടുക്കണ്ട, വസ്ത്രങ്ങൾ അയക്കണ്ട അല്ലെങ്കിൽ ഫുഡ് അയക്കണ്ട, നാപ്കിൻസ് അയക്കണ്ട എന്ന് പറഞ്ഞിട്ട്, പുറത്തുനിന്ന് ആരുടെയും വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കളക്ടർ ഉത്തരവ് കൊടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അപ്പൊ പിന്നെ ഇവരെവിടെ നിന്നാണ് ഈ വസ്ത്രം വാങ്ങി കൊടുത്തതും അതിനെഴുതി വെച്ച കണക്കുകളും ഒക്കെ ഏത് വകയിലാണ് വന്നത്? അപ്പൊ അവരുടെ എസ്റ്റിമേറ്റ് തന്നെ വലിയൊരു കള്ളത്തരാണെന്ന് നമുക്ക് ബോധ്യമായ കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള പല കള്ളത്തരങ്ങളും ഈ ധവളപത്രത്തിൽ കൂടെ പുറത്തു വരും. അത് ഉമ്മാക്കിയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞാലും അത് ഉമ്മാക്കിയല്ല, തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന വാളാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വാക്കൗട്ട് നടത്തിയത്. ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാക്കൗട്ട് നടത്താനുള്ള അല്ലെങ്കിൽ വാക്കൗട്ട് പ്രസംഗം നടത്താനുള്ള അധികാരം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതൃനിരയിലുള്ള, ഇപ്പൊ CPM-നാണ് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതിപക്ഷത്തിന്റെ, അത് കഴിഞ്ഞ് CPI വരും, അത് കഴിഞ്ഞ പിന്നെ 3 MLA-മാരുള്ളത് BJP-ക്കാണ്. BJP ആണ് അടുത്ത പൊസിഷനിൽ ഇരിക്കുന്നത്. പക്ഷെ RJD-യുടെ പ്രവീൺ എന്ന് പറയുന്ന ഒരേ ഒരാളാണ് RJD-യുടെ ഉള്ളത്. പക്ഷെ അത് ഈ പറയുന്ന പോലെ പ്രതിപക്ഷത്തിന്റെ CPM-ന്റെ ഒരു ഘടകകക്ഷി ആയതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. RJD-യുടെ ഈ പ്രവീണാണ് ഈ അടിയന്തര പ്രമേയം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചിരിക്കുന്ന ആൾക്കാണ് വാക്കൗട്ട് പ്രസംഗം നടത്താനുള്ള റൈറ്റും ഉള്ളത്. പക്ഷെ ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വാക്കൗട്ട് നടത്തി എന്നുള്ളത് സത്യം. പക്ഷെ അതിനുശേഷം RJD-യുടെ പ്രവീണിന് വാക്കൗട്ട് പ്രസംഗം നടത്താനുള്ള ഒരു സ്പേസ് കിട്ടുന്നതിന് തൊട്ട് മുന്നേ തന്നെ എന്തുകൊണ്ടോ BJP-യുടെ നേതാവ് ഗോപകുമാർ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു കന്നി പ്രസംഗമാണത്. അപ്പൊ അത്തരത്തിൽ പ്രസംഗം നടത്തിയപ്പോൾ ഇറങ്ങിപ്പോയവരൊക്കെ കൂടി തിരിച്ച് മുദ്രാവാക്യം വിളിച്ച് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പരിപാടി പറ്റത്തില്ല, ഞങ്ങളുടെ വാക്കൗട്ട് പ്രസംഗത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾ തട്ടിയെടുത്തു, അത് പറ്റില്ല. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതായത് സ്പീക്കർ, അത് തടഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ അടുത്ത പ്രശ്നം. ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുമ്പോൾ ഓർക്കണം, ആദ്യം പറഞ്ഞ ധവളപത്രം ഇറക്കി ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞതാണ്. ഇവർക്കും ജനകീയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. ഇപ്പൊ ഗോപകുമാറിന്റെ വിഷയത്തിലാണെങ്കിൽ അയാൾ ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്ന ആളാണ്. സഭാ നടപടികളെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ചെറുതായി നമുക്കൊരു ഈ ഹണിമൂൺ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കി നമ്മൾ പറയുന്നത് പോലെ സർക്കാരിന്റെ ഹണിമൂൺ ടൈം ആണെന്ന് നമ്മൾ പറയുമല്ലോ. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യത്തെ ഒരു സമയം അവർ പഠിക്കുന്ന ഒരു ടൈമിൽ അവർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് അവർക്ക് അറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗമാണത്. ആദ്യമായിട്ട് നിയമസഭയിൽ വന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് മൈക്കിൽ സംസാരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായതുകൊണ്ട് അതൊന്നും ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ചു. അതിനുശേഷം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. അതെന്റെ ജനാധിപത്യ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു മനസ്സ് ഞാൻ കാണിച്ചത്. അതൊരു ഉദാര മനസ്സായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഇടപെടണം എന്ന് വാതോരാണ്ട് പറയുന്ന പിണറായി വിജയൻ ഇത് വലിയ പ്രശ്നമാക്കി എടുത്ത് തിരിച്ചു വന്ന് മുദ്രാവാക്യം വിളിച്ചു ഡയസിൽ. പക്ഷെ നല്ല കൃത്യമായിട്ട് തിരുവഞ്ചൂരിന്റെ ഒരു പക്വത നമുക്ക് മനസ്സിലാവുന്ന അവിടെയാണ്. തിരുവഞ്ചൂർ പറഞ്ഞു, ഇത് ഒരു ജനാധിപത്യ മര്യാദ മാത്രമാണ്, അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഇടമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കുരുതിക്കളമായിട്ട് ഇതിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊന്നും അല്ലല്ലോ നമുക്ക് ജനകീയ കാര്യങ്ങൾ സംസാരിക്കാം. അതായത് ആദ്യം അവർ പറഞ്ഞ ജനകീയ കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞ പിണറായി വിജയൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ശരിക്കും നന്നായിട്ട് ആട്ടിവിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷം സംസാരിക്കുന്നതും ജനകീയ കാര്യങ്ങളല്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ളതും ഇതുപോലെ വെല്ലുവിളികളും മാത്രമാണ് നടക്കുന്നത്. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എന്ത് ജനകീയ കാര്യങ്ങളാണ് ഇവരും നോക്കുന്നത്? ശരിക്കും VD സതീശൻ സർക്കാർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹൈപ്പ് കിട്ടാൻ പോകുന്ന അവരുടെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും ധവളപത്രം പുറത്തിറക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതും സഭയിൽ ഇന്നലെ ഭയങ്കര
വ്യത്യസ്തമായിരുന്നു. അതാണ് സതീശൻ ചോദിച്ചതുപോലെ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടം ഞാൻ വീട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ കിടന്ന് ഓടേണ്ട അവസ്ഥയാണ്. അതിന്റെ അപ്പോ ഒരാളത് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഗണേശൻ ഏറ്റെടുത്ത് എന്തോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ഒരു കാലം. ഗണേശൻ ഇറങ്ങിക്കഴിഞ്ഞാൽ KSRTC നശിച്ചു പോകും, അല്ലെങ്കിൽ പിന്നെ സാലറി കൊടുക്കാൻ ആളുണ്ടാവില്ല, സാലറി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞ ദിവസം CP ജോൺ സാലറി കൊടുത്തു. എല്ലാ കാര്യങ്ങളും അതിൽ നേരത്തെതിലും വൃത്തിയായിട്ട് KSRTC മുന്നോട്ട് പോകുന്നുമുണ്ട്. ഫസ്റ്റ് ടൈം തന്നെ അവർ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ധനകാര്യമന്ത്രിയാണെങ്കിലും അത്തരത്തിൽ സഭയിലെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്രയും നാൾ ചെയ്ത് കൂട്ടിയതിൻ്റെയൊക്കെ ഇവര് ക്ലിയർ ചെയ്തിറക്കുമ്പോൾ അവരാദ്യം പറഞ്ഞു പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവെന്ന് പറഞ്ഞു. പിണറായി വിജയൻ കൊടുത്ത മറുപടി പൂച്ചപെറ്റ് കിടക്കുകയല്ല, അതിൽ 5000 ചില്ലാനും കോടി ബാലൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതെന്ന്. പക്ഷെ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളാകുമ്പോൾ PR കൂടിയുള്ള ഈ സൈബർ മീഡിയ ആ ഒരു യുഗത്തിൽ ജനങ്ങൾ അറിയുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും. PR ഏജൻസികൾ പറയുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പം അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യം. ആ ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ധവളപത്രം ഒരുപാട് സഹായകമാകും. ജനങ്ങളെ ഏത് രീതിയിലാണ് മുൻ സർക്കാർ പറ്റിച്ചുകൊണ്ടിരുന്നത്, ഈ സർക്കാർ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നറിയണമെങ്കിൽ ആദ്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിനുള്ള ഏറ്റവും വലിയൊരു തുടക്കമായിരിക്കും ഈ ധവളപത്രം എന്ന് പറയുന്നത്.